വേടനെ CPM-ന്റെ പക്ഷത്ത് കൊണ്ട് കെട്ടുന്ന രീതിയിലുള്ള ചില വാർത്തകൾ നമുക്ക് മുമ്പിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി വരുന്ന വേടൻ മലയാളിക്ക് മുമ്പിൽ ഒരു വിപ്ലവകാരി തന്നെയാണ്. ആശയം പറയുന്നവൻ അകത്തും അതോടൊപ്പം തന്നെ വാളെടുക്കുന്നവൻ വലിയ ആളാകുകയും ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നാണ്. ഞാൻ പുലയനല്ല, പറയാനല്ല, താൻ തമ്പുരാനുമല്ല, എന്നാൽ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വേറെ തെറി പറയുന്നുണ്ട്. അതിനെ ഇപ്പം തെറിയായിട്ടൊന്നും ആരും കാണുന്നില്ല. വേടൻ തന്നെ ഇത്രയും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വേടൻ തന്നെ പറയുകയാണ്, ഞാൻ കറുത്തവനാണ്, അതുകൊണ്ട് എന്നെ ഇവിടെ എല്ലാവരും അവഗണിക്കുകയാണെന്ന് ഒരിക്കലും പറയരുത്. വേടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം CPM ആണോ എന്നൊന്നും ആരും മുദ്ര കുത്തരുത്. നമസ്കാരം, വൈറ്റ്സ് ഫാൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് വേടൻ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടുകാരനാണ്. അതേസമയം രാഷ്ട്രീയം പൊതുസമൂഹത്തിൽ വിളിച്ചോതുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ. എന്താണ് വേടൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? വേടൻ എന്ന ഹിരൺദാസ് മുരളി ശരിക്കും വിപ്ലവകാരിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിലെ പല ആളുകളും, അതായത് വോയിസ് ഫോർ വോയിസ്ലെസ് എന്നാണ്, അതായത് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം, ഈ സമൂഹത്തിൽ പലരും പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ വേടനെ CPM-ന്റെ പക്ഷത്ത് കൊണ്ട് കെട്ടുന്ന രീതിയിലുള്ള ചില വാർത്തകൾ നമുക്ക് മുമ്പിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം വേടൻ നല്ലൊരു വിപ്ലവകാരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേർതിരിവുകൾ, അവഗണനകൾ, ഇതിൽ നിന്നെല്ലാം അദ്ദേഹം പച്ച മണ്ണിൻ്റെ മനുഷ്യനായി നിന്നുകൊണ്ട് വേടൻ എന്ന ചെറുപ്പക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നും സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ പിന്നീട് ഒരു പ്രതികരണമായി മാറുമ്പോൾ, അങ്ങനെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നീങ്ങുമ്പോൾ അതാണ് പലപ്പോഴും വിപ്ലവങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള വേർതിരിവുകൾ, അവഗണനകൾ, ഇതിനെല്ലാം സ്വയം പ്രതിഷേധമൊഴുക്കിക്കൊണ്ട് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി വരുന്ന വേടൻ മലയാളിക്ക് മുമ്പിൽ ഒരു വിപ്ലവകാരി തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ കുറേ മീറ്റു ആരോപണങ്ങളൊക്കെ കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് രേവതി സമ്പത്ത് ഒരു വീഡിയോ കണ്ടതാണ്. ഉയർത്തിക്കൊണ്ട് വരികയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം വേടൻ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേടൻ എന്ന മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന് ഏറെ പ്രസക്തിയുണ്ട്. അതുകൂടാതെ തന്നെ വേടൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല പരിപാടികളിലും പല സ്റ്റേജുകളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം അത് ഈ റാപ്പ് മ്യൂസിക്കിനോടുള്ള ആളുകളുടെ ഒരു താല്പര്യം, അതിൽ അവർ നൃത്തം ചവിട്ടുന്നു. പക്ഷേ അവിടെ വന്ന് നൃത്തം ചവിട്ടുന്ന ആളുകളെല്ലാം വേടൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ പാടുന്ന പാട്ടിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല, അതിലെ ആ സംഗീതത്തിനാണ് തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ആ സംഗീതത്തിലുള്ള വലിയൊരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വേടൻ തനിക്കുള്ള അല്ലെങ്കിൽ ഒരു യുവതലമുറ പറയേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള രാഷ്ട്രീയമാണ് തുറന്നു പറയുന്നത് തന്റെ പാട്ടിലൂടെ. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തോട് അങ്ങനെയുള്ള രാഷ്ട്രീയം പറയുമ്പോൾ ഭയപ്പെടുന്നവർ ഒട്ടേറെ പേരുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അത് തുറന്നു പറഞ്ഞൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ ആ സിനിമ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു കലാകാരൻ എന്ന നിലയിൽ വേടൻ തന്റെ രാഷ്ട്രീയം ഇത്രയും ഓപ്പണായി പറയുമ്പോൾ വേടനും അത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഇനിയും നേരിട്ടേക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ വേടനെ സംബന്ധിച്ച് വേടൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആശയം പറയുന്നവൻ അകത്തും അതോടൊപ്പം തന്നെ വാളെടുക്കുന്നവൻ വലിയ ആളാകുകയും ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നാണ് വേടൻ പറയുന്നത്. അപ്പോൾ വേടൻ പറയുന്ന കാര്യങ്ങളിൽ നിജസ്ഥിതിയുണ്ട്, സത്യമുണ്ട്, കാര്യമുണ്ട് എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്, കാരണം ഈ ദളിത് വിഷയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു മനോവേദന നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ജനഗണമന എന്നൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പൃഥ്വിരാജാണ് നായകൻ. അതിനകത്ത് ശരിക്ക് കൊല്ലപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിയുടെ കുടുംബം ചെയ്യുന്ന ജോലി മാത്രമേ ആ കുട്ടിയും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ കുട്ടിയുടെ PhD ഗൈഡിൻ്റെ ഒരു വർണ്ണ
വെറിയുടെ ബാക്കി പത്രമാണ് ആ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത്. അത് സിനിമയിൽ വരച്ചത് കാണിച്ചതാണെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കലാലയങ്ങളിൽ തുടങ്ങി നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ അവഗണന നേരിട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇത് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളിത് പുതിയ യുഗത്തിലാണ്, പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഇവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ജാതിയുമുണ്ട്, മതവുമുണ്ട്, എല്ലാമുണ്ട്, നിറമുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ആളുകൾ ഇവിടെ അവഗണന അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. കാരണം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നിറമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഭർത്താവിനാൽ അധിക്ഷേപം ഏറ്റുവാങ്ങി ആ കുട്ടി ആത്മഹത്യ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വാസ്തവമാണ്. ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ പേരിൽ ആളുകൾ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങളും മനസ്സുകൾക്കുള്ളിലാണ് ആ വ്യത്യാസമുള്ളത്. ഇപ്പോൾ ജാതി ഇല്ല എന്ന് പറയും. നമ്മുടെ സംസ്ഥാനത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ജാതി ഇല്ലെന്നും ഇതൊരു മതേതര രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും, അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ ന്യൂനപക്ഷത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതോടൊപ്പം തന്നെ ജാതിയിൽ കൂടുതലുള്ള ആളുകളുള്ള പ്രദേശത്ത് ജാതിയിൽ കൂടുതലുള്ള ആ ഒരു ജാതിയിൽ നിന്ന് തന്നെ ആളുകളെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയമേ ഇന്നും കേരളത്തിനുള്ളൂ. അതിനെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈയിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പരാമർശം അടക്കം. ആ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ജാതി എടുത്തു പറഞ്ഞുള്ള പരാമർശങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു തെളിവായിരുന്നു അന്നത്തെ ആ ഒരു പ്രതികരണം, അല്ലേ? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? കാരണം ഈഴവ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബ്ദിക്കുന്നത്. ഇപ്പോൾ സുകുമാരൻ നായർ ആണെങ്കിൽ NSS നായർ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് സുകുമാരൻ നായർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള സ്പർദ്ധ എന്ന് പറയുന്നതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് NSSഉം ഈഴവ വിഭാഗവും തമ്മിലുള്ള ഒരു സ്പർദ്ധയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. കാരണം നമ്മളിവിടെ പറയുന്നു ഇതൊന്നുമില്ല, നമ്മളിവിടെ ജാതി ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത്ര പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞിട്ടും ഈ സംസ്ഥാന സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് നമ്മൾ കരുതണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ സമുദായമായിക്കൊള്ളട്ടെ, മറ്റു ഏത് സമുദായം, മുസ്ലിം സമുദായമായിക്കൊള്ളട്ടെ, ഇവർക്കെല്ലാവർക്കും മതപരമായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സുകളിലുണ്ട്. ഈ ചിന്താധാരകളെല്ലാം പൊട്ടിച്ചെറിയാൻ ശേഷിയുള്ള ഒരു വിപ്ലവ ഗാനവുമായിട്ടാണ് വേടൻ വന്നിട്ടുള്ളത്. ഈ ഗാനത്തെ നമ്മുടെ യുവതലമുറ ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞ സ്കൂളുകളിലും ഈ ഒരു വേടൻ്റെ ഈ ഒരു പാട്ട് ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ നമ്മുടെ യുവതലമുറ ഇപ്പോൾ ഇതിനെ എടുക്കുന്നത് വേറെ രീതിയിലാണ്. അതെന്താ വെച്ചാൽ ആടാനും പാടാനും കള്ളു കുടിക്കാനും ഒക്കെയുള്ള ഒരു DJക്ക് വേണ്ടിയിട്ട് മാത്രം, ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വേടൻ്റെ പാട്ടുകളെ ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വേടൻ്റെ പാട്ടുകളിലെ അഗ്നിയെ അവർ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ അവർ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അവർക്ക് ജാതി ഉണ്ടാവില്ല, മതമുണ്ടാവില്ല, അതോടൊപ്പം വർണ്ണങ്ങൾ ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ അത് ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ കിടന്ന് തുള്ളുന്നത് എന്നുള്ളിടത്താണ് എനിക്കൊരു സംശയം നിലനിൽക്കുന്നത്. തീർച്ചയായും അതൊരു വലിയ സംശയമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ വേടനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കറുപ്പാണ്, അതാണ് സമൂഹത്തിൽ എന്നെ വിലയിരുത്തുന്ന ഒരു കാര്യവുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു അഭിമുഖത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മലയാള സിനിമയിൽ ഒരു കറുത്ത നായകനുണ്ടോ, അല്ലെങ്കിൽ കറുപ്പ് എന്നൊരു വിഷയം പ്രധാന ഘടകമായി മാറുന്നുണ്ട്. ഒരു നിറം തന്നെ അദ്ദേഹം എന്താണെന്ന് പറയപ്പെടേണ്ട ഒരു ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വേടൻ തന്നെ ഒരു വേദിയിൽ വന്ന് പാട്ട് പാടുമ്പോൾ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ടാവും, അദ്ദേഹം കഞ്ചാവാണ്, അല്ലെങ്കിൽ ലഹരിക്കടിമയായ ഒരു മനുഷ്യൻ വന്ന് എന്തോ പറഞ്ഞിട്ട് പോകുന്ന ഒരു പ്രവണത പലർക്കും ഇടയിലുണ്ട്. കാരണം ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മലയാള സിനിമയിൽ സത്യൻ മാഷ് കറുത്ത നിറമായിരുന്നു. അതായത് മലയാള സിനിമയുടെ ആദ്യകാല നായകനായിട്ടുള്ള സത്യൻ മാഷക്ക് കറുത്ത നിറമായിരുന്നു. അതോടൊപ്പം തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു നടനാണ് കലാഭവൻ മണി എന്ന് പറയുന്നത്. കലാഭവൻ മണി മരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ കുടുംബങ്ങളും, എനിക്ക് തോന്നുന്നു പല ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിലെ ഒരാൾ മരിച്ച രീതിയിലുള്ള ഒരു രീതിയായിരുന്നു അത്. കാരണം അത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ വേടൻ എന്ന് പറഞ്ഞാൽ നല്ല ഓമനത്വമുള്ള ഒരു മുഖമുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആരും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന് വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ശൈലികൾ, പാടാനുള്ള ശൈലികൾ, അദ്ദേഹത്തിൻ്റെ നടത്തം, അദ്ദേഹത്തിൻ്റെ സംസാരം, ഇതെല്ലാം ഈ നാട്ടിലെ മറ്റു പല ചെറുപ്പക്കാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട്. പിന്നെ വിനായകനും ഇതുപോലെ തന്നെ ചില ഈഗോസ് ഉണ്ട്. അദ്ദേഹം കറുത്തതാണ്, അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ. അതായത് ഞാൻ പുലയനല്ല, പറയാനല്ല, താൻ തമ്പുരാനുമല്ല, എന്നാൽ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വേറെ തെറി പറയുന്നുണ്ട്. അതിനെ ഇപ്പം തെറിയായിട്ടൊന്നും ആരും കാണുന്നില്ല. അങ്ങനെ പറയുന്ന ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം വേടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വേടൻ ഒരിക്കലും താൻ ഇനി കറുത്തവനാണ് എന്ന് പറയരുത്. കാരണം അത് വേടൻ തന്നെ ഇത്രയും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വേടൻ തന്നെ പറയുകയാണ്, ഞാൻ കറുത്തവനാണ്, അതുകൊണ്ട് എന്നെ ഇവിടെ എല്ലാവരും അവഗണിക്കുകയാണെന്ന് ഒരിക്കലും പറയരുത്.
കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കറക്റ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നീ തമ്പുരാനല്ല, അവിടെ തീർന്നു. ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, ഞാൻ ഈ സമൂഹം, ഈ മണ്ണിൽ പിറന്നവനാണ്, ഈ മണ്ണ് എൻ്റെയുമാണ്, അത് നിന്റെ മാത്രമല്ല എന്ന് വേടൻ പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് വേടന്റെ ആത്മവിശ്വാസം ബിൽഡപ്പ് ചെയ്യേണ്ടത്. മറിച്ച് വേടൻ പറയുകയാണ്, ഞാൻ ഇപ്പോഴും എന്താ പറയുക, എന്നെ മറ്റുള്ളവർ ഇപ്പോഴും അവഗണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോടാ പുല്ല് എന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം വേടനിൽ ഇനി ഉണ്ടായില്ലെങ്കിൽ അത് ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ നെഗറ്റീവായിരിക്കും. കാരണം ഇത്രയും വിപ്ലവകരമായിട്ടുള്ള ഒരു സംഗീതം എഴുതിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ സ്വയം ഒരു ഈഗോയ്ക്ക് അഡിക്റ്റായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ ദളിത് വിഭാഗത്തോട്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആളുകൾ, ദളിത് വിഭാഗത്തോട് മാത്രമല്ല, ഇവിടുത്തെ അധ്വാനിക്കുന്ന ആളുകളോട്, ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് ഒക്കെ കാണിക്കുന്ന ഒരു ദ്രോഹമായിട്ട് മാറും. പലപ്പോഴും നമ്മൾ വിനായകൻ പൊതുസമൂഹത്തിൽ എപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. പക്ഷെ വിനായകൻ പറയുന്ന പല കാര്യങ്ങളും ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നതാണ്. അദ്ദേഹവും സാധാരണക്കാരൻ്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ഈഗോകൾ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും മദ്യത്തിന് അടിമയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേടനോട് ഉപദേശിക്കാനുള്ളത്, വേടൻ്റെ ആശയങ്ങൾ വളരെ വലുതാണ്, മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഒരു കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് വേടൻ മാറേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഏറെ വൈകിപ്പോയി ഈ വേടനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. കാരണം വേടൻ ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പക്ഷേ അദ്ദേഹത്തെയൊക്കെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അറ്റത്ത് കൊണ്ടൊക്കെ കെട്ടുവാൻ വേണ്ടിയിട്ട് ചില കോണുകളിൽ നടക്കുന്ന ശ്രമം, അത് തീർത്തും അപലപനീയമാണ്. വേടൻ തന്നെ പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട്, താനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യക്താവല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ വേടന്റെ പല ആശയങ്ങളിലും വേടൻ തന്നെ പറയുന്നുണ്ട്, ലഹരിക്കെതിരെയും അത്തരം രാസലഹരികളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള സന്ദേശം അടക്കം അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുദ്ര കുത്താൻ അദ്ദേഹത്തെ പറ്റില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേടന്റെ ആശയങ്ങൾ നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ വരികളിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ആ ഒരു വരികളിൽ തന്നെ ഉണ്ട് എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം എന്നത്, അത് എത്രത്തോളം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞു വെക്കുന്നുണ്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ, അതായത് ഞാൻ പറയുന്നത് പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ആളുകളുടെ മാത്രമല്ല, അധ്വാനിക്കുന്ന മുഴുവൻ ആളുകളും വിയർക്കുന്നവരാണ്. ആ അധ്വാനത്തിൻ്റെ ബലം കൊണ്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന ഉടുപ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ അത്. അതിന് വലിയ അർത്ഥങ്ങളാണ് അതിനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേടനെ സംബന്ധിച്ച് വേടൻ പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും കറക്റ്റാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാമൂഹിക നീതി ഇപ്പോഴും ഇവിടെ തുടരാനായിട്ടുള്ള ഒരു സാമൂഹിക നീതി നിഷേധം ഇപ്പോഴും ഇവിടെ തുടരാനുള്ള ഒരു കാരണം എന്ത് എന്ന് പൊതുസമൂഹം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരാണ്. കാരണം പാലക്കാട് അട്ടപ്പാടിയിലെ മധുവിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടുത്തെ വർഗീയത അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ രാഷ്ട്രീയ ആക്രമണങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നോക്കിയും കണ്ടും ഒക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ ഒരു വിഷയത്തിൽ പൊതുസമൂഹം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ വേടൻ മുൻപോട്ട് വെച്ചിരിക്കുന്നതിൽ വലിയൊരു വിപ്ലവമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊരു കാര്യം മനസ്സിലാക്കുക, ഈ പാട്ടിനൊപ്പം താളം തുള്ളുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഒക്കെ ഇതിലടങ്ങിയിരിക്കുന്ന വലിയൊരു വിപ്ലവത്തിൻ്റെ വീര്യം അത് ഉൾക്കൊണ്ട് വേണം ഈ ചെറുപ്പക്കാരൊക്കെ പോയി അത് ആഘോഷിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്കൂളുകളിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അച്ചടക്കത്തോടു കൂടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്കിടയിലുള്ള വേർതിരിവ്, അതായത് ഈ ചെറുപ്പം മുതലേ ഈ മനുഷ്യർക്കിടയിൽ ഉണ്ടായി വരുന്ന, എനിക്കൊന്ന് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ വെളുത്ത കുട്ടികളുടെ കൂട്ടത്തിൽ മാത്രമേ പോയിരിക്കാനും പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കറുത്ത കുട്ടികളോട് മിണ്ടരുത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം വേടനെ സംബന്ധിച്ച് വേടനെ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-30 വയസ്സ് മാത്രമേ പ്രായമുണ്ടാവാൻ സാധ്യതയുള്ളൂ, മാക്സിമം ആണത്. അപ്പോൾ അങ്ങനെയുള്ള വേടൻ്റെ ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ഒരു നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇപ്പോഴും വേർതിരിവുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആവർത്തിച്ച് പറയുന്നു, വേടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം CPM ആണോ എന്നൊന്നും ആരും മുദ്ര കുത്തരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.